ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, 2 മക്കൾ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സജീവും ഭാര്യയും ആത്മഹത്യ ചെയ്തെന്നാണ് സൂചന. ഉപ്പുതറ 9 ഏക്കർ സ്വദേശി പട്ടത്തമ്പലം സജീവ് മോഹൻ, ഭാര്യ രേഷ്മ, മക്കളായ ദിയ, ദേവൻ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സജീവ് കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വാഹനം വാങ്ങാൻ 3 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ ഫിനാൻസ് കമ്പനിയിൽ നിന്നും നിരന്തര ഭീഷണിയുണ്ടായി. ഇതേ തുടർന്നാണ് സജീവും കുടുംബവും ജീവനൊടുക്കിയതെന്ന് പിതാവ് മോഹൻ പറഞ്ഞു. 1,40,000 രൂപ അടച്ചിട്ടുണ്ട്. ബാക്കി സീറ്റ് അടയ്ക്കേണ്ടത് മാസം 2 മാസത്തെ പിടിച്ചു വന്നിട്ട് അയാൾ വിളിച്ച് കണ്ടമാനം വിളിച്ച് ഏലപ്പാറക്കണ്ട അവൻ വിളിച്ച് വിളിച്ച് എന്നെയും വിളിച്ച് പഴയ സമയത്ത് വിട്ട് 5-6 കോള് വിളിച്ചിട്ടുണ്ട്. വിളിക്കാൻ കൃഷിപ്പെടുത്താൻ ആ കാരണത്തിൽ എൻ്റെ ചെറുക്കം പോയത് ഇവന്മാർ ഞാൻ സിയോട് പറഞ്ഞിട്ടുണ്ട്. ആ കട താകരത്തിന്റെ ഫ്രണ്ടിലിരിക്കുന്ന കടയാണ്. സജീവിന്റെ അമ്മയാണ് മൃതദേഹങ്ങൾ കണ്ടത്. തുടർന്ന് അയൽവാസികൾ ഉപ്പുതറ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.